പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പ്രധാന ആശയങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നാം ഈ വീഡിയോയിലൂടെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഫാക്ടർ ആവാനുള്ള കണ്ടീഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം പി ഓഫ് എക്സ് എന്ന ഒരു പോളിനോമിയലിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ പി ഓഫ് എ ആയിരിക്കും. ഈ റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും എക്സ് മൈനസ് എ പി ഓഫ് എക്സിന്റെ ഒരു ഫാക്ടറാണ്. അതുപോലെ പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിനെ എക്സ് പ്ലസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ പി ഓഫ് മൈനസ് എ ആണ് നാം പഠിച്ചു. ആ റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് പറയാം എക്സ് പ്ലസ് എ പി ഓഫ് എക്സിന്റെ ഫാക്ടറാണ്. അതുപോലെ പി ഓഫ് ബി ബൈ എ ഈക്വൽ 0 ആണെങ്കിൽ എ എക്സ് മൈനസ് ബി ഫാക്ടറാണ്. പി ഓഫ് മൈനസ് ബി ബൈ എ ഈക്വൽ 0 ആണെങ്കിൽ എ എക്സ് പ്ലസ് ബി പി ഓഫ് എക്സിന്റെ ഒരു ഫാക്ടറാണ്. ഈ വസ്തുതയെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. First question, check whether x minus 1 is a factor of the polynomial 2s cube plus s square plus 10x minus 4. 2s cube plus s square plus 10x minus 4 ന്റെ ഒരു ഘടകമാണോ x minus 1 എന്ന് പരിശോധിക്കുക. നമുക്കറിയാം p of x എന്ന പോളിനോമിയലിൽ p of a equal to 0 ആയാൽ x minus a p of x ന്റെ ഒരു ഫാക്ടറാണ്. ആയതുകൊണ്ട് x minus 1 ഫാക്ടർ ആവാൻ p of 1 equal to 0 ആവണം. ആയതുകൊണ്ട് നാം തന്നിരിക്കുന്ന പോളിനോമിയൽ അത് എടുത്തെഴുതുക. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 10x മൈനസ് 4. എക്സ് മൈനസ് 1 ഫാക്ടർ ആണോ നോക്കാൻ നമുക്ക് എഴുതേണ്ടത് പി ഓഫ് 1 ആണ്. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു 1 മൈനസ് 4. 2 ഇൻറ്റു 1 ക്യൂബ് 1 ആണ്, പ്ലസ് 1 സ്ക്വയർ 1 ആണ്, plus 10 into 1 10 minus 4. 2 into 1 2 plus 1 plus 10 minus 4. 2 plus 1 3 3 plus 10 13 minus 4 equal to 9 കിട്ടുന്നു. അതായത് പി ഓഫ് 1 നോട്ട് ഈക്വൽ ടു 0 ആണ്. പി ഓഫ് 1 0 അല്ല. നമുക്കറിയാം പി ഓഫ് 1 0 ആയാലാണ് എക്സ് മൈനസ് 1 ഫാക്ടർ ആവുന്നത്. ആയതുകൊണ്ട് എക്സ് മൈനസ് 1 ഈസ് നോട്ട് എ ഫാക്ടർ എന്ന് പറയാം. മറ്റൊരു ചോദ്യം നോക്കാം. ചെക്ക് വെദർ എക്സ് പ്ലസ് 1 ഈസ് എ ഫാക്ടർ ഓഫ് ദി പോളിനോമിയൽ 2s ക്യൂബ് പ്ലസ് 3s സ്ക്വയർ പ്ലസ് 5x പ്ലസ് 4. 2s ക്യൂബ് പ്ലസ് 3s സ്ക്വയർ പ്ലസ് 5x പ്ലസ് 4 എന്ന ബഹുപദത്തിന്റെ ഒരു ഘടകമാണോ എക്സ് പ്ലസ് 1 എന്ന് പരിശോധിക്കുക. നാം മനസ്സിലാക്കേണ്ടത് പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിൽ പി ഓഫ് മൈനസ് എ ഈക്വൽ ടു 0 ആണെങ്കിലാണ് എക്സ് പ്ലസ് എ ഒരു ഫാക്ടർ ആവുന്നത്. ആയതുകൊണ്ട് എക്സ് പ്ലസ് 1 ഫാക്ടർ ആണോ എന്ന് പരിശോധിക്കാൻ പി ഓഫ് മൈനസ് 1 കണ്ടാൽ മതി. ആദ്യം തന്നിരിക്കുന്ന പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എടുത്തെഴുതുക 2x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 4. ഇനി പി ഓഫ് മൈനസ് 1 കാണാൻ എക്സിന്റെ സ്ഥാനത്ത് മൈനസ് 1 നൽകുമ്പോൾ 2 ഇൻറ്റു മൈനസ് 1 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു മൈനസ് 1 പ്ലസ് 4. 2 ഇൻറ്റു മൈനസ് 1 ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. കാരണം ഓഡ് നമ്പർ പവർ ആകുമ്പോൾ ആൻസർ നെഗറ്റീവ് ആകുന്നു. പ്ലസ് 3 ഇൻറ്റു മൈനസ് 1 ഹോൾ സ്ക്വയർ 1 ആണ്, കാരണം ഈവൺ നമ്പർ ആണ്. പ്ലസ് 5 ഇൻറ്റു മൈനസ് 1 മൈനസ് 5 പ്ലസ് 4. 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 പ്ലസ് 3 ഇൻറ്റു 1 3 മൈനസ് 5 പ്ലസ് 4. ഇവിടെ 4ഉം 3യും പോസിറ്റീവ് ആണ്. ആഡ് ചെയ്താൽ 7 കിട്ടുന്നു. മൈനസ് 2 പ്ലസ് 5 7 ആണ്, 7. അപ്പോൾ 7 മൈനസ് 7 0 കിട്ടുന്നു. അതായത് പി ഓഫ് മൈനസ് 1 ഈക്വൽ ടു 0 എന്നാണ് ഈ പോളിനോമിയൽ കിട്ടുന്നത്. ആയതുകൊണ്ട് എക്സ് പ്ലസ് 1 ഈസ് എ ഫാക്ടർ എന്ന് പറയാം. കാരണം പി ഓഫ് മൈനസ് 1 0 ആണെങ്കിൽ എക്സ് പ്ലസ് 1 ഒരു ഫാക്ടറാണ്. അടുത്ത ചോദ്യം, if x minus 2 is a factor of the polynomial 2s cube minus 4s square minus x plus k, then find the value of k. തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആണ് എക്സ് മൈനസ് 2 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് കെയുടെ വാല്യൂ ആണ്. നമുക്കറിയാം എക്സ് മൈനസ് 2 ഫാക്ടർ ആണെങ്കിൽ നമുക്കറിയാം പി ഓഫ് 2 ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന പോളിനോമിയൽ എടുത്തെഴുതുക. പി ഓഫ് എക്സ് ഈക്വൽ ടു 2s ക്യൂബ് മൈനസ് 4x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് കെ ആണ് തന്നിരിക്കുന്ന പോളിനോമിയൽ. എക്സ് മൈനസ് 2 ഫാക്ടർ ആയതുകൊണ്ട് നമുക്ക് എഴുതാം പി ഓഫ് 2 ഈക്വൽ ടു 0. പി ഓഫ് 2 കാണാൻ തന്നിരിക്കുന്ന പോളിനോമിയലിൽ
എക്സിന്റെ സ്ഥാനത്ത് 2 നൽകിയാൽ മതി. അപ്പോൾ 2 into 2 cube minus 4 into 2 square minus 2 plus k equal to 0. 2 into 2 cube 8 ആണ്, minus 4 into 2 square 4 ആണ്, minus 2 plus k equal to 0. 2 into 8 16, minus 4 into 4 16, minus 2 plus k equal to 0. Plus 16 minus 16 cancel. അപ്പോൾ minus 2 plus k equal to 0. Therefore k equal to minus 2 അങ്ങോട്ട് പോകുമ്പോൾ plus 2 കിട്ടുന്നു. അതുകൊണ്ട് k യുടെ വാല്യൂ 2 ആണ് നമുക്ക് മനസ്സിലാക്കാം. Which number added to 2s cube minus 4s square plus 7x plus 1 to get x minus 1 a factor? 2s cube minus 4s square plus 7x plus 1 എന്ന ബഹുപദത്തിനോട് ഏത് സംഖ്യ കൂട്ടിയാൽ x minus 1 ഘടകമാകും? നമുക്കറിയാം x minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ p of 1 ആണ്. ഈ p of 1 ഈക്വൽ ടു 0 കിട്ടുമ്പോഴാണ് x minus 1 ഫാക്ടർ ആവുന്നത്. അപ്പോൾ p of 1 ആദ്യം കാണുക. തന്നിരിക്കുന്ന പോളിനോമിയൽ ആദ്യം p of x എന്ന് എടുത്തെഴുതുക. 2x ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 7x പ്ലസ് 1. x മൈനസ് 1 ഘടകമാവാൻ ഏത് സംഖ്യയാണ് ആഡ് ചെയ്യേണ്ടതാണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് p of 1 കാണുക. p of 1 കാണാൻ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് 1 നൽകിയാൽ മതി. അപ്പോൾ 2 into 1 ക്യൂബ് മൈനസ് 4 into 1 സ്ക്വയർ പ്ലസ് 7 into 1 പ്ലസ് 1. അപ്പോൾ 2 മൈനസ് 4 പ്ലസ് 7 പ്ലസ് 1 എന്ന് കിട്ടുന്നു. 2 പ്ലസ് 7 9, 9 plus 1 10, 10 minus 4 that's equal to 6 എന്ന് കിട്ടുന്നു. അതായത് p of 1 എന്നത് 6 ആണ്. നമുക്കറിയാം p of 1 ഈക്വൽ ടു 0 ആയാലാണ് x minus 1 ഒരു ഫാക്ടർ ആവുന്നത്. ഈ 6ന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് 0 കിട്ടുന്നത് എന്നാണ് ചോദ്യം. 6ന്റെ കൂടെ നമ്മൾ -6 ആഡ് ചെയ്യുമ്പോഴാണ് 0 കിട്ടുന്നത്. അതുകൊണ്ട് -6 is added to this polynomial to get x minus 1 a factor. അടുത്ത ചോദ്യം, what number should be subtracted from s cube minus 5x square plus 7x plus 3 so that the resulting polynomial has a factor x minus 2? തന്നിരിക്കുന്ന പോളിനോമിയൽ നിന്ന് ഏത് സംഖ്യ കുറച്ചാൽ x minus 2 ഫാക്ടർ ആയിട്ടുള്ള ഘടകമായ ഒരു ബഹുപദം കിട്ടുമെന്നാണ് ചോദ്യം. x minus 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ p of 2 ആണെന്ന് നമുക്കറിയാം. ഈ p of 2 ഈക്വൽ ടു 0 ആയാലാണ് x minus 2 ഒരു ഫാക്ടർ ആവുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പോളിനോമിയൽ p of x എടുത്തെഴുതുക. ഈക്വൽ ടു s ക്യൂബ് മൈനസ് 5x സ്ക്വയർ പ്ലസ് 7x പ്ലസ് 3. p of 2 കാണുക. p of 2 കണ്ടതിന് ശേഷം ഏത് നമ്പറാണ് കുറയ്ക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. p of 2 കാണാൻ എക്സിന്റെ സ്ഥാനത്ത് 2 നൽകിയാൽ മതി. അപ്പോൾ 2 ക്യൂബ് മൈനസ് 5 into 2 സ്ക്വയർ പ്ലസ് 7 into 2 പ്ലസ് 3. 2 ക്യൂബ് 2 into 2 into 2 ഈക്വൽ ടു 8 മൈനസ് 5 into 2 സ്ക്വയർ 4 ആണ് പ്ലസ് 7 into 2 14 പ്ലസ് 3. 8 മൈനസ് 5 into 4 20 ആണ് പ്ലസ് 14 പ്ലസ് 3 കിട്ടുന്നു. 8 പ്ലസ് 14 22 ആണ്. 22 പ്ലസ് 3 25. 25 മൈനസ് 20 നമുക്ക് കിട്ടുന്നത് 5 ആണ്. അപ്പോൾ p of 2 നമുക്ക് കിട്ടിയത് 5 ആണ്. ഈ p of 2 0 ആയാലാണ് നമുക്കറിയാം p of 2 0 ആയാലാണ് x minus 2 ഒരു ഫാക്ടർ ആവുന്നത്. അതിനായി 5ൽ നിന്ന് ഏത് സംഖ്യ കുറച്ചാലാണ് 0 കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതൊരു സംഖ്യയിൽ നിന്നും ആ സംഖ്യ തന്നെ കുറച്ചാലാണ് നമുക്ക് 0 കിട്ടുന്നത്. അതുകൊണ്ട് 5 കുറച്ചാലാണ് x minus 2 തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആവുക എന്ന് നമുക്ക് പറയാൻ കഴിയും. 2 വീഡിയോകളിലായി നമ്മൾ ഈ ചാപ്റ്ററിലെ ബേസിക് കൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തൊരു വീഡിയോയിൽ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.